ഇത് ഒരു റോസ്റ്റ് വീഡിയോ അല്ല. ഹഗ് ലൈഫ് വേഴ്സസ് നായകൻ താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നറിയാം. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദഗ് ലൈഫിന് സംഭവിച്ച പിഴവുകൾ നായകൻ എന്ന സിനിമയുമായി താരതമ്യം ചെയ്ത് ഒരു കേസ് സ്റ്റഡി നടത്താനാണ്. ആദ്യം തന്നെ രണ്ട് സിനിമകളുടെയും സമാനതകൾ വെച്ച് തുടങ്ങാം. രണ്ടും ഗ്യാങ്സ്റ്റർമാരുടെ ജീവിതം പറയുന്ന സിനിമകളാണ്. രണ്ടിലും പ്രധാന വേഷത്തിലെത്തിയത് കമൽഹാസനാണ്. മണിരത്നമാണ് രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്തത്. എന്നിട്ടും നായകൻ ഇപ്പോഴും ഒരു ക്ലാസിക് സിനിമയാണ്. പക്ഷേ തഗ് ലൈഫ് ട്രോൾ മെറ്റീരിയലായി മാറി. തഗ് ലൈഫ് വ്യക്തിപരമായി ഒരു വലിയ പാഴാക്കിയ അവസരമായാണ് എനിക്ക് തോന്നിയത്. തഗ് ലൈഫിൽ സങ്കീർണമായ കഥാപാത്രങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആരോടും നമുക്കൊരു വൈകാരിക ബന്ധം തോന്നുന്നില്ല. നായകനിൽ വേലു നായ്ക്കരുമായി സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. പിന്നീട് നായകനിലെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം വേലു നായ്ക്കരുടെ ഒരു വിപുലീകരണമാണ്. വേലുവിന്റെ ഭാര്യ, മക്കൾ, വലങ്കൈ, വേലുവിനെ പിടിക്കാൻ നടക്കുന്ന പോലീസ് കമ്മീഷണർ പോലും വേലുവുമായി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വികാരങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതിലെ ഓരോ മരണങ്ങളും നമ്മളിൽ ഒരു ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. തഗ് ലൈഫിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ കഥാപാത്രങ്ങളും വ്യക്തിഗതമായി നിലനിൽക്കുന്നവയാണ്. പക്ഷേ ആർക്കും ഒരു തരത്തിലും നീതി നൽകാൻ സാധിച്ചിട്ടില്ല. ശക്തിവേൽ എന്ന കഥാപാത്രത്തെ മരണം മറ്റു രീതികളിൽ ശിക്ഷിക്കുന്ന ആശയം നല്ലതാണ്. അതായത് മരിക്കാൻ അനുവദിക്കാതെ തന്റെ കൂടെയുള്ളവരെ കൊണ്ടുപോകുന്ന യമൻ, വളർത്തുമകൻ തന്നേക്കാൾ കേമനാകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ, ഭാര്യയുമായി നല്ല ബന്ധമുണ്ടായിട്ടും ഒരു കാമുകിയുമായുള്ള ബന്ധം. ശക്തിവേൽ ഒരു സങ്കീർണമായ കഥാപാത്രമാണ്. പക്ഷേ കഥാപാത്രത്തിന്റെ വളർച്ച ദുർബലമാണ്. സിംബുവിന്റെ കഥാപാത്രമായ അമരന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. അമരനും ശക്തിവേലുമായുള്ള ബന്ധം, ഡൈനാമിക്സ് നമ്മൾ അറിയുന്നില്ല. ചന്ദ്രയും അമരനും ഒടുവിൽ വീണ്ടും ഒന്നിക്കുമ്പോൾ പോലും നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം ആദ്യത്തെ ആ സീനും ഇടയ്ക്ക് കാണിക്കുന്ന ആ ഫോട്ടോയും ഒഴികെ ആ പുനഃസമാഗമത്തിന് വേണ്ടിയുള്ള ഒരു വൈകാരിക അടിത്തറയും നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കില്ല. നായകൻ ആ കാര്യത്തിൽ വിജയിച്ച സിനിമയാണ്. ആദ്യത്തെ അച്ഛൻ മരിക്കുന്നത് കാണുന്നത് മുതൽ അവസാനം ഇനു ആനന്ദിന്റെ കഥാപാത്രം വേലുവിനെ കൊല്ലുന്നതുവരെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള വൈകാരിക അടിത്തറ സിനിമയിൽ തന്നെയുണ്ട്. തഗ് ലൈഫിൽ കുറെ സാധാരണ ഗ്യാങ്സ്റ്റർ സിനിമ ട്രോപ്പുകളുണ്ട്. ഗ്യാങ് യുദ്ധങ്ങൾ, വഞ്ചന, അധികാര പോരാട്ടങ്ങൾ, ഒത്തുതീർപ്പുകൾ, അങ്ങനെ പലതും. പക്ഷേ അവരുടെ ഗ്യാങ്സ്റ്റർ വശം വേണ്ടത്ര രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതും പാഴായി പോവുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം തഗ് ലൈഫിലെ ടൈം ജമ്പുകളാണ്. ഒന്നും സ്ഥാപിക്കാതെ വെറുതെ ഡയലോഗുകളിലൂടെ പറഞ്ഞു പോകുന്ന ടൈം ജമ്പുകൾ. എന്നാൽ നായകനിൽ അങ്ങനെയല്ല. വേലു ബോംബെയിലെത്തി ഒരു കുടുംബത്തിന്റെ ഭാഗമാകുമ്പോൾ, കല്യാണം കഴിച്ച് കുട്ടികളാകുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ, മകൾ വേലുവിനെ വിട്ടുപോകുമ്പോൾ, അങ്ങനെ ഓരോന്നും കൃത്യമായി സ്ഥാപിച്ചതിനു ശേഷമാണ് ടൈം ജമ്പുകൾ നടത്തുന്നത്. ഇത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. മൊത്തത്തിൽ തഗ് ലൈഫ് ഒരു വലിയ ലക്ഷ്യത്തോടെ നിർമ്മിച്ച സിനിമയായിരുന്നു. സങ്കീർണമായ കഥാപാത്രങ്ങൾ, അധികാര പോരാട്ടങ്ങൾ, കുടുംബം, നീതി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ സാങ്കേതികമായി മികച്ച നിർമ്മാണം മികവോടും ഒരു മികച്ച താരനിരയോടും കൂടി അവതരിപ്പിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും തിരക്കഥയിൽ വന്ന പിഴവുകളും അതിന് താങ്ങാൻ കഴിയാത്തതിലും അധികം ഘടകങ്ങൾ കുത്തിനിറച്ചതും ആവശ്യമില്ലാത്ത സാധാരണ ഗ്യാങ്സ്റ്റർ സിനിമാ രംഗങ്ങൾ ഉൾപ്പെടുത്തിയതും ഒരു കഥാപാത്രത്തിനും നീതി പുലർത്താതെയും കുളമാക്കിയ ഒരു സിനിമയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ലേഖനങ്ങൾക്കും സിനിമാ സംബന്ധിയായ വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.